അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും യാതനകളും മുഴുവൻ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാരും അതോടൊപ്പം തന്നെ അതിനെ കിടപിടിച്ചുകൊണ്ട് കുറേ തങ്ങന്മാരും രംഗപ്രവേശനം ചെയ്തുകൊണ്ട് സമൂഹത്തിനെ പിഴപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടതുമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലടക്കം ഒരുപാട് പ്രവാചകന്മാരെ പേരുകൾ ഖുർആൻ പറയുമ്പോൾ, അവരെ പ്രാർത്ഥന ഖുർആൻ പറയുമ്പോൾ ഒരാളും തന്നെ ഇങ്ങനെ ദുആഇൻ്റെ ഇടയിൽ ഇടയാളന്മാരെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് കാണാനും കഴിയില്ല. എന്നാൽ അങ്ങനെ വേണമെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ സമസ്ത മുസ്ലിയാക്കന്മാരൊക്കെ. കാരണം അവർക്ക് ദുആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ തങ്ങന്മാരെയോ അല്ലെങ്കിൽ ബീവിമാരെയോ സിദ്ധന്മാരെയോ ഔലിയാക്കന്മാരെയോ ബദരീങ്ങളെയോ പ്രവാചകന്മാരെയോ ബീവിമാരെയോ ഒക്കെ ഇടയിൽ പിടിച്ചിട്ട് അവരുടെ ഹക്ക് കൊണ്ട് അവരുടെ ജാഹ് കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് എന്ന് തേടിയാലേ ഇവർക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെയുള്ളൊരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ വിശ്വാസം മക്ക മുശ്രിക്കിനുണ്ടായിരുന്നു. മക്കാ മുശ്രിക്കിന്റെ കയ്യിൽ ലാത്ത പോലെയുള്ള മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളുണ്ട്. അവർ ഈ വിഗ്രഹങ്ങൾ മഴ പെയ്യിപ്പിക്കുമെന്നോ ജീവിപ്പിക്കുമെന്നോ മരിപ്പിക്കുമെന്നോ ഭക്ഷണം നൽകുന്നു എന്നോ അതിലൊന്നും അവർക്ക് ആ വിഗ്രഹത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലല്ല അവരത് കൊണ്ടു നടന്നത്. പിന്നെ എന്താണ്? അള്ളാഹുവിനോടുള്ള സാമീപ്യം കിട്ടാൻ, അള്ളാഹു ഒരു ശുപാർശ ആയിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കയിലെ മുശ്രിക്ക് അതിനെ കണ്ടിട്ടുള്ളത്. എന്നതുപോലെയാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ആ റൂട്ടിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അബൂജഹലിനേക്കാൾ അധപതിച്ചവരാണ് ഈ മുസ്ലിയാക്കന്മാർ. കാരണം എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്ക് ആരാണ് ആകാശം പടച്ചത് എന്ന് പറഞ്ഞ് അള്ളയാണ് എന്ന് അവർ കൃത്യമായിട്ട് പറയും. ഭൂമി പടച്ചത് ആരാണ്, ആരാ വെള്ളം തരുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഏക ഉത്തരവേ ഉള്ളൂ, റബ്ബാണ് എന്നുള്ള ഏക ഉത്തരം മാത്രം. പിന്നെ എന്തിനാ ഈ ലാത്ത മനാത്ത? അത് അള്ളാഹുലേക്ക് ഷഫായത്ത് കിട്ടാനും ശുപാർശ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ പിടിച്ച് നിർത്തുകയാണ് എന്നാ. അതേ വിശ്വാസമാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസമാണ് സമസ്ത മുസ്ലിയാക്കന്മാർക്കും കുറെ തങ്ങന്മാർക്കും അതിന്റെ പുറകിലുള്ള കുറെ ആൾക്കാർക്കൊക്കെ അതേ വിശ്വാസമാണ്. അപ്പൊ അവിടെ ലാത്ത മനാത്ത പോലെയായി, ഇവിടെ നിർത്തി മലർന്ന് കിടക്കുന്ന മയ്യത്തായി പോയി എന്ന് മാത്രമേ മാറ്റുള്ളൂ. എന്തിനാണ് ഇവിടെ ഈ മയ്യത്തുകൾ, എന്തിനാ ജാറം എന്നൊക്കെ ചോദിച്ചാൽ അത് ഞങ്ങൾ അള്ളാഹിനോട് ദുആ ഒക്കെ അള്ളാഹിനോടാണ്, പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാമാരി ഞങ്ങൾ കൂട്ടുപിടിക്കുകയാണ്. അങ്ങനെ കൂട്ടുപിടിക്കൽ ഇസ്ലാമിൽ ഇല്ല. പക്ഷേ എന്നിട്ടും മക്കാ മുശ്രിക്കിനേക്കാൾ അതിർത്തി കവിഞ്ഞുപോയി. കാരണം എന്താണ്? മഴ പെയ്യിപ്പിക്കുന്നത് വരെ മഹാന്മാരാണെന്നും ലോകം നിയന്ത്രിക്കുന്നത് വരെ ഇവർ ഔലിയാക്കന്മാരാണെന്ന് വരെ ഇവർ പറഞ്ഞുപോയി. അപ്പോൾ മക്കാ മുശ്രിക്കിനൊക്കെ കടുത്ത വിശ്വാസ വൈകല്യമുള്ളവരാണ് സമസ്ത മുസ്ലിയാക്കന്മാർ. ഞാൻ ഇത് വെറുതെ പറയും, മുസ്ലിയാക്കന്മാർ മാത്രമല്ല തങ്ങന്മാരും. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും, ഇവരുടെ വിശ്വാസം എന്താണ് എന്ന് തുറന്ന് സമ്മതിക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പക്ഷേ പല രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പണ്ഡിത പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ പലരും നമുക്കൊക്കെ പല രീതിയിലും ചാഞ്ചാട്ടങ്ങൾ മനസ്സിലുണ്ടാവും. പല രീതിയിലുമുള്ള പ്രേരണകൾ ഒക്കെ തന്നെയും നമുക്കുണ്ടാവുമ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഏകാഗ്രതമായി അള്ളാഹുലേക്ക് എടുക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പണ്ഡിത ലോകം തിരിച്ചറിയുകയും അങ്ങനെയാണ് ഒരു തസവുഫ് മേഖലയിൽ ഒരുപാട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസുല്ലാഹുൽ അസീസ് പോലുള്ള അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായിട്ട് ഔലിയാക്കൾ, ഷെയ്ഖ് റിഫായി ഖദ്ദസുല്ലാഹുൽ അസീസ്, അതുപോലെ അജ്മീർ ചിഷി ഖദ്ദസുല്ലാഹുൽ അസീസ്, അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബർ അള്ളാഹു മർക്കദ പോലുള്ള ഇപ്പോൾ സമസ്തയിലെ എല്ലാവിധ പണ്ഡിതന്മാരും, മറക്കൽ മുല്ലക്കോയത്തങ്ങൾ അവർ നബർ അള്ളാഹു മർക്കദ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബർ അള്ളാഹു മർക്കദ, അതുപോലെ തന്നെ ഷംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ഷെരീദി മുസ്ലിയാർ അടക്കമുള്ള എല്ലാവരും അവരൊരു ഗുരുവിനെ തേടിയിരുന്നു എന്നതാണ്. അതിലൂടെ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അവർ അറിയുകയും അങ്ങനെ ഒരു ആധ്യാത്മികമായ ഒരു ജീവിതവും ഭയഭക്തിയും ഉണ്ടാക്കി ഒരു സാഫി എന്ന സൂഫി. എന്തൊരു വിശ്വാസമാണ് പ്രിയമുള്ളവരെ, വികലമായ വിശ്വാസം.
ഉന്നതമായ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇവരൊക്കെ ഈ വികലമായ വിശ്വാസത്തിന്റെ ഉടമകളായി മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കട ചീഞ്ഞിട്ട് പിന്നെ മോൾ ഭാഗത്ത് മുളയ്ക്കൂലല്ലോ. അതായത് കടഭാഗം ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൾ ഭാഗം മുളയ്ക്കൂല എന്ന് പറഞ്ഞതുപോലെ കട ചീഞ്ഞു പോയിരിക്കുകയാണ് ഈ സമസ്ത നേതാക്കന്മാരും അതോടൊപ്പം തന്നെ കുറെ തങ്ങന്മാരും. നോക്ക് നിങ്ങൾ, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ? ആരാണിത് പഠിപ്പിച്ച് ഇടയിൽ ആള് വേണമെന്നുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പണ്ഡിത പക്ഷത്ത് നിന്ന് അങ്ങനെ കിട്ടുള്ളൂ. ഇവരുടെ കുറെ പാള കിതാബുകളും ഇവരുടെ കാക്കകാർന്നന്മാരും പഠിപ്പിച്ച ആ ഒരു ആശയത്തിൽ നിന്ന് കിട്ടുള്ളൂ, അല്ലാതെ അള്ളാഹു റസൂലും പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് കിട്ടൂല, ഖുർആനിൽ നിന്ന് കിട്ടൂല. പണ്ഡിത പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ള നൂലാമാല ഈ പണ്ഡിതന്മാരുടെയും കാക്കകാർന്നന്മാരുടെയും ആചാരമാണല്ലോ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത് മുഴുവൻ. അപ്പോൾ ഇതാണ് ഇവരുടെ തങ്ങന്മാർ തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കടലിൽ കൊണ്ടുപോയി പഴമെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ വികലമായ വിശ്വാസമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയാളന്മാരെ ആവശ്യമില്ല. അതാണ് നമ്മൾ കൃത്യമായിട്ട് ആദ്യം പഠിക്കേണ്ടത്. അതാണ് തൗഹീദിന്റെ കൃത്യമായി എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്ത് പ്രയാസമുണ്ടെങ്കിൽ റബ്ബേ എന്ന് വിളിക്കലാണ് ഇസ്ലാമിന്റെ മാതൃക. അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു എന്ന മാതൃക അതാണ്. അപ്പൊ ആ മാതൃക വിട്ടിട്ട് മഹാന്മാരുടെയും കാക്കകാർന്നന്മാരുടെയും ആചാരത്തിലേക്ക് പോവുക എന്നുള്ളത് ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന വലിയ ഒരു വിപത്ത് തന്നെയാണ്. അതുകൊണ്ട് മാറാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. കൃത്യമായ ആശയത്തിലേക്കും ആദർശത്തിലേക്കും വരേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ കേട്ടിട്ട് ആധികാരികമായി നിങ്ങളൊക്കെ തലപ്പത്തിരിക്കുന്ന നിങ്ങളൊക്കെ ഇമാതിരിയുള്ള പിന്നെ വിശ്വാസ വൈകല്യമുള്ള കാര്യങ്ങളൊക്കെ വന്ന് സമൂഹത്തിനോട് പറയുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കും. അവസാനം പരലോകത്തെത്തുമ്പോൾ നിങ്ങളും ഉണ്ടാകൂല, സമസ്ത നേതാക്കന്മാരുണ്ടാവില്ല, പഠിപ്പിച്ചവരുണ്ടാവില്ല, മുസ്ലിയാക്കന്മാരുണ്ടാവില്ല, ബീവിമാരോ സിദ്ധന്മാരോ തങ്ങന്മാരോ ബാവമാരോ ആ ഒരാളുണ്ടാവൂല. ആ സമയത്ത് നിങ്ങളുടെ വാക്ക് കേട്ടു എന്ന് നിങ്ങൾക്കൊക്കെ ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്നൊക്കെ ഈ സാധുക്കളായ ജനങ്ങൾ റബ്ബിനോട് പരാതിപ്പെടും എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് തങ്ങന്മാരൊന്നും മാറാൻ പാടില്ല. കാരണം വെച്ചാൽ ഈ മുസ്ലിയാക്കന്മാർ കൂടുതലും ജാറം വിറ്റ് തിന്നുമ്പോൾ തങ്ങന്മാർ കുറെ വാസ്തുശാസ്ത്രവും അതിന്റെ പുറകിൽ കൂടെ പോവുകയാണ്. അപ്പോൾ വളരെ വികലമായ വിശ്വാസമാണ് ഇപ്പോൾ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന്റെ പുറകെ ഒരാളും പോകേണ്ടതില്ല. ഇങ്ങനത്തെ വിശ്വാസം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. എങ്ങനെ ഉണ്ടായാലും അത് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പറയുക. ഇടയിലൊന്നും വേണ്ട. ഇടയാളന്മാരെ നേരത്തെ പറഞ്ഞതുപോലെ ശംസു ഉലമ പിന്നെ ഇടയിൽ ആൾ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇടയിൽ ആൾക്കാരുണ്ട്. അതിപ്പോ മക്കയിലെ മുശ്രിക്കിന് ഇടയിൽ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അങ്ങനെ കൂട്ടിയാൽ മതി. അത് ഇസ്ലാമിന്റെ മാർഗ്ഗമല്ലാതെ നമുക്ക് തവസ്സുലാക്കണോ? ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചെടുത്ത് എന്തൊക്കെ മാർഗങ്ങളാ സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൽ മഹാന്മാരുണ്ടോ? മരണപ്പെട്ടു പോയവരുണ്ടോ? ഇല്ല. നമ്മുടെ അമലുകൾ മൂന്ന് പേര് ഗുഹയിൽ പെട്ടപ്പോ അവർ ചെയ്ത അമലുകൾ വെച്ചുകൊണ്ട്, സൽപ്രവർത്തനങ്ങൾ ഇബാദത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുകയും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ ചരിത്രം ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം, സ്വതക്ക, നമ്മുടെ ദാനധർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധനകൾ, നാം ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ നമുക്ക് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവിന്റെ പേര് തവസ്സുലാക്കിക്കൊണ്ട് ചോദിക്കാം. റഹ്മാനായ റബ്ബേ എന്ന് ചോദിക്കാം, റഹീമായ റബ്ബേ എന്ന് വിളിക്കാം. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ നാമങ്ങൾ മതി. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച 7-8ഓളം വരുന്ന പിന്നെ ദുആ ചെയ്യുന്നതിന് തവസ്സുലായി സ്വീകരിക്കുക ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ മരിച്ചവരുടെ ഇടയിൽ വെച്ചിട്ട് പിന്നെ നേരത്തെ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇടയിൽ ആൾക്കാർ നിർത്തിയിട്ട് ഇടയാളന്മാരെ വെച്ച് തേടുക എന്നുള്ളത്, അതിലേക്ക് ഒരിക്കലും ജനങ്ങൾ തിരിഞ്ഞു പോകണ്ട. കാരണം ഈ തങ്ങൾ പറഞ്ഞതും ഇസ്ലാം അല്ല, സമസ്ത പറയുന്നതും ഇസ്ലാം അല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളന്മാർ ആവശ്യമില്ല. ഏത് പ്രശ്നത്തിലും ഏത് പ്രയാസത്തിലും ഏത് രാത്രിയാണെങ്കിലും ഉറക്കമില്ലാത്ത മറവില്ലാത്ത റബ്ബേ എൻ്റെ പ്രശ്നം കാരണേ അല്ലാ എന്ന് പറയലാണ് ഇസ്ലാം പഠിപ്പിച്ച രീതി. ആ രീതിയിലേക്ക് നിങ്ങൾ എല്ലാവരും മടങ്ങി വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.